നമസ്കാരം. ക്യാപ്റ്റൻ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് മാനേജ്മെന്റ് നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് ഒരു വാർത്ത ഞാൻ പുറത്തുവിട്ടിരുന്നു. സഭയുടെ കണ്ണിലെ കരടായ ഫാദർ ബേബി പുറത്തേക്ക്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെയും ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ട്രെയിനിംഗ് കോളേജിന്റെയും നിലവിലുണ്ടായിരുന്ന മാനേജർ ഫാദർ ബേബിയുടെ സ്വേച്ഛാധിപത്യവും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സഭാ തീരുമാനം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ് പുണ്യഭൂമിയായി മാറിയ അങ്കണത്തിൽ 1964 ആരംഭിച്ച കോളേജിന്റെ ചരിത്രം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾക്ക് അഭിമാനമായിരുന്നു. എന്നാൽ വർഗീസ് അച്ഛന്റെയും സഭയുടെ ആരാധ്യ ശ്രേഷ്ഠൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയന്റെ കാലശേഷം ചെങ്ങമനാട് ബേത്ലഹേം ആശ്രമത്തിന്റെ പേരും പെരുമയും കളയാൻ ഫാദർ ബേബി ഉദയം ചെയ്തു. കാപാലികർക്ക് കഞ്ഞിവെക്കാൻ എന്നും ഒരുപറ്റം ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ നീതിമാന്മാരുടെ ഇരിപ്പിടങ്ങളിൽ അധികകാലം യൂദാസിന്റെ പുത്രന്മാർക്ക് വാഴാൻ കഴിയില്ലെന്ന് കാലം തെളിയിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് കോളേജിന്റെയും മാനേജ്മെന്റ് നടത്തുന്ന വ്യാപക ക്രമക്കേടുകളെ സംബന്ധിച്ച് ക്യാപ്ചർ ന്യൂസ് തെളിവ് സഹിതം വാർത്ത ചെയ്തിരുന്നു. വൈദിക പദവിക്ക് മഹത്വമുണ്ട്. അതിന് സ്വേച്ഛാധിപത്യവും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും കൊണ്ട് ഭയപ്പെടുത്തി മുന്നോട്ടു പോകാമെന്ന് ചുറ്റും നിൽക്കുന്ന കോമാളികളെ ഉപയോഗിച്ച് ആരെയും വിരട്ടാനും വിലപേശി വരുതിക്ക് നിർത്താമെന്ന അഹങ്കാരത്തിനും വിരാമമായി. ഫാദർ ബേബിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ സഭയിൽ നിന്നും അതേ ചുവടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ആശ്രമത്തിലെ ഒരു വൈദികൻ CK ഗീവർഗീസ് മാത്രമാണ് മുമ്പിലുണ്ടായിരുന്നത്. തന്നെ പിന്താങ്ങി നിർത്താൻ ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഫാദർ ബേബി തനി സ്വരൂപം കാട്ടി ആശ്രമ വൈദികരെ വിരട്ടി നോക്കി. മാർച്ച് മാസം തുടക്കത്തിൽ നടത്തേണ്ട തിരഞ്ഞെടുപ്പ് ഫാദർ ബേബി മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ബാബ തിരുമേനിയുടെ കൽപ്പനയിലൂടെ ചാപ്റ്റർ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഫാദർ ബേബിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പിന്തുണ നൽകിയിരുന്ന വിസിറ്റിംഗ് ബിഷപ്പിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ സഭാ തീരുമാനങ്ങളിൽ ഒപ്പിടാതെ ഫാദർ ബേബി ഇറങ്ങിപ്പോയത് സഭ പരിശോധിക്കേണ്ടതുണ്ട്. ഒടുവിൽ ആശ്രമം സുപ്പീരിയർ ആദരണീയനായ സക്കറിയ റമ്പാൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈദിക വേലയ്ക്ക് നിരക്കാത്ത പ്രവർത്തികളും ധാർഷ്ട്യവും കൊണ്ട് നടക്കുന്ന ഈ കപട വൈദികനെ സഭയ്ക്ക് വേണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സഭയുടെയും കോളേജുകളുടെയും അന്തസ്സും മര്യാദയും പുനഃസ്ഥാപിക്കാനും വഴിവിട്ട നിയമനങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യാനും പുതിയ മാനേജ്മെന്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാദർ ബേബിയുടെ പുതിയ നീക്കങ്ങൾ സഭയ്ക്ക് തലവേദന ഉണ്ടാക്കും എന്ന ഭയം വേണ്ട. കാരണം ഫാദർ ബേബിയും സംഘവും ഉണ്ടാക്കിയ നിയമന അഴിമതികളുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ക്യാപ്റ്റൻ ന്യൂസ് ഉടൻ പുറത്തുവിടും. ഇതിന്റെ നിയമപരമായ ചില പ്രശ്നങ്ങൾക്ക് കൂടി സ്ഥിരീകരണം കിട്ടാനുണ്ട്. അത് ലഭിച്ചാലുടൻ ആ വിവരങ്ങൾ പുറത്തുവിടുകയും കോഴ വാങ്ങി ഫാദർ ബേബിയും സംഘവും നടത്തിയ നിയമനങ്ങൾ അസാധുവാക്കും വരെ ക്യാപ്റ്റൻ ന്യൂസ് ഈ പോരാട്ടം തുടരും. വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന കോളേജിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർ ഒരു കാര്യം ഓർത്താൽ നന്ന്. നിങ്ങൾ വിവരാവകാശ നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയൂ. ഒരു ബേബിയും നിങ്ങൾക്ക് വേണ്ടി കോടതികളിൽ കയറില്ല എന്നുകൂടി ഓർത്തുകൊണ്ട് വേണം എന്റെ ചോദ്യങ്ങളെ പൂർത്തിവെക്കുന്നത്. നിങ്ങൾ തരാത്ത ഉത്തരങ്ങൾ ലഭിക്കാൻ വേറെയും മാർഗമുണ്ടെന്നും അത് അറിഞ്ഞിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും ഓർക്കുക. നന്ദി, നമസ്കാരം.